നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ ജനപ്രിയ സെഗ്മെന്റിലേക്കാണ് വേരുകൾ. CPM നേതാക്കളിൽ ഇന്ന് ഏറ്റവും പ്രവർത്തന പാരമ്പര്യമുള്ളയാൾ VS അച്യുതാനന്ദൻ തന്നെയാണ്. പ്രവർത്തന പരിചയത്തിൽ മാത്രമല്ല, പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും മുൻപിൽ VS തന്നെ. വിവാദങ്ങളുടെ പേരിൽ ഒരു ഡസനോളം തവണ VS നടപടിയും നേരിട്ടിട്ടുണ്ട്. VSുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ തുടക്കം ഇന്ത്യൻ സൈന്യത്തിന് രക്തവും പണവും നൽകിയതിനെ കുറിച്ച് ചൊല്ലി 1965-ലായിരുന്നു. ചൈനീസ് ചാരന്മാർ എന്നാരോപിച്ചാണ് CPIM നേതാക്കളെ 1964 ഡിസംബർ 30 അറസ്റ്റ് ചെയ്തത്. തൃശൂരിൽ CPIM പൊളിറ്റ് ബ്യൂറോ നടക്കുമ്പോഴാണ് ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. AK ഗോപാലൻ, P രാമമൂർത്തി, P സുന്ദരയ്യ, ബസവപുന്നയ്യ, ഹർകിഷൻ സിംഗ് സുർജിത് തുടങ്ങിയവർ അറസ്റ്റിലായി. 500ഓളം നേതാക്കളെയാണ് ഒറ്റ ദിവസം അറസ്റ്റ് ചെയ്തത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ സൈന്യത്തെ സഹായിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ രക്തവും പണവും നൽകി. തിരുവനന്തപുരത്ത് രക്തം നൽകിയ വാർത്ത ദേശാഭിമാനിയിൽ വന്നതോടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രത്യേക പാർട്ടി സെൽ ചേർന്നു. AV കുഞ്ഞമ്പുവായിരുന്നു സെക്രട്ടറി. രക്തദാനം അനുകരണീയമാണെന്നും കണ്ണൂരും രക്തം നൽകണമെന്നും AV കുഞ്ഞമ്പു ആവശ്യപ്പെട്ടു. രാജ്യദ്രോഹികൾ എന്ന പേരിൽ ജയിലിലടച്ചതിനാൽ രക്തം കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് MV രാഘവനും EK നായനാരും പ്രഖ്യാപിച്ചു. KPR ഗോപാലൻ, NC ശേഖർ, പാട്യം ഗോപാലൻ, EP കൃഷ്ണൻ നമ്പ്യാർ, KC നന്ദനൻ, C വാസുദേവ മേനോൻ, MV വാസു, T അയ്യപ്പൻ എന്നിവരും നായനാരുടെയും MV രാഘവന്റെയും നിലപാടിനെ പിന്തുണച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പോൾ ഇലക്ഷൻ സമയത്ത് ഇത്തരം സംഭവങ്ങൾ, രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ പഠിക്കുക, അത് മനസ്സിലാക്കുക കൂടി ഒരു രസകരമാണ് അല്ലെ? ഉറപ്പായും, പ്രത്യേകിച്ച് VSനെ പോലെ ഒരാളുടെ ജീവിതത്തിലെ കഥകൾ അല്ലെ? അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.